ഇന്നെന്താ ഇവിടെ? ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ വീട്ടിൽ ചെറിയൊരു പരിപാടി നടത്തുന്നുണ്ട് കേട്ടോ. ഇന്നെന്താ പറയുക പരിപാടി, എൻ്റെ വൈഫിൻ്റെ എഴുത്തി അൻസിമാരൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. സംഗതി മാസത്തിലൊരിക്കലും നമ്മളിങ്ങനെ ഒത്തുകൂടും, അതെല്ലാം ഒരു സ്നേഹത്തിൻ്റെ ഒരു ഇതാണത്. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം. അപ്പോൾ മോനെ സ്കൂളിൽ കൊണ്ടാക്കി വരാം കേട്ടോ. ഒരായി കാണിക്ക്. ഷാന താച്ചാട്ട് താച്ചാട്ട് മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വീട്ടിലെത്തിട്ടോ. ഇത് ഹസ്ബൻഡിനുള്ള ദോശയാണ്. മൂപ്പര് എണീക്കാൻ തന്നെ ഒരു 9:30 ആ ടൈമൊക്കെ ആവും. അപ്പം പിന്നെ ഞാൻ ആ ചൂടോടെ ചുട്ടുകൊടുക്കും. നമ്മളെല്ലാവരും കഴിക്കൽ കഴിഞ്ഞിട്ടോ ഇമ്മൻ്റെത് എൻ്റെതൊക്കെ. ദോശ പിന്നെ ആ ചൂടോടെ കഴിക്കുന്നതായിരിക്കും ഇഷ്ടമില്ലാത്തത്. അപ്പോൾ ഞാനത് ആ ചൂടോടെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ദോശ കൊണ്ട് വല്ലാണ്ട് കാര്യം. ചുമ്മാ പറയില്ല. അങ്ങനെ എത്താത്ത മക്കളെ സ്കൂളിൽ കൊണ്ടാക്കിട്ട് ഇവിടെ വന്നിട്ട് കേട്ടോ. ഷാനിയ എങ്ങനെയുണ്ട് ചട്നി? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ചട്നി ഒരു രക്ഷയില്ല. 5 4 അല്ലെങ്കിൽ 6 തിന്നണം വിചാരിച്ചത് 10 11 കഴിക്കും. ചണ്ടിലപ്പോൾ ഒരു 10ാമത്തെ മതി, റൗണ്ടാക്കിയാലും മതി. അതിന്റെ റെസിപ്പി വേണമെങ്കിൽ കമന്റിൽ പറയട്ടോ. ചെറിയ അനിയത്തി ഇവിടെ വന്നിക്കണേ. നിങ്ങളെങ്ങോട്ടാ? ഇവിടെ വാഷിംഗ് മെഷീനിൽ തിരുമ്പാട്ടിക്കണം. ഇവിടെ കേട്ടോ നമ്മള് തിരുമ്പി അലിക്കിയതൊക്കെ ഇടാറ്. ഇവിടെയൊക്കെ ഇനി വീട് വരാനുള്ളതാ. എല്ലാവരും സ്ഥലങ്ങളൊക്കെ വാങ്ങി. അവിടെയൊക്കെ ഇനി വീട് വരാനുണ്ട്. ഇത് പിന്നെ നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് പോണ വഴിയാ. ഇവിടെ കേട്ടോ നമ്മളെ ഡാൻസ് പാട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ വരുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇതാക്കല്. ആവശ്യത്തിന് മാത്രം ഓപ്പൺ ആക്കുള്ളൂ. ഇപ്പം ലോക്ക് ചെയ്തതാ. ഹസ്ബൻഡാണെങ്കിലോ അനിയത്തിനെ വിളിക്കാൻ വേണ്ടി പോയിക്കണം. ഇനി ഓള് വന്നിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ. കേറുവളെ ചിന്ത അവിടെ നിക്ക്, മാറ്റാൻ കേറ്. അങ്ങനെ അവളെ എത്തിട്ടോ. ഇതാണ് നമ്മളെ കുടുംബത്തിലെ മഹാറാണ് കേട്ടോ, ഏറ്റവും ചെറിയ മഹാറാണ്. അവര് വൈകുന്നേരം ഡാൻസ് കളിക്കാനുള്ള ചർച്ചയില്ല കേട്ടോ. എല്ലാവരും ഫാൻസി അനുസരിച്ചുമാരൊക്കെ ഒത്തുകൂടല്ലേ. അപ്പോൾ ഒരു ഡാൻസൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്.
അതിൻ്റെ ഒരു ചർച്ചയിലൊക്കെയാണ്. അതിന്റെ വക 3 ആക്ക് 3 ലിപ്സ്റ്റിക്ക്. എന്താണ് ഒരു ആർക്ക് ഇതെന്താ എനിക്ക് മെലിഞ്ഞതാണല്ലോ കിട്ടിയേ. ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് ടെസ്റ്റ് ചെയ്യാണ് ഇവിടെ. ഷെയ്ഡ് സെറ്റ് ആയപ്പോഴുള്ള സന്തോഷോ. ആ പാട്ടൊന്ന് പാടിയപ്പോ പാടിയ നീല നീല എന്തേനും പാടിയേ. അപ്പൊ ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ നാട്ടെ നമ്മള് പ്രാക്ടീസ് ചെയ്യാറ്. കളിയൊക്കെ മുകളിലാ. നേരത്തെ കണ്ട ഓപ്പൺ ഡ്രസ്. അങ്ങനെ സിലിങ്ക ചോറായിട്ട് വന്നിക്കണ്. നമ്മള് ഇത്താത്ത അനിയത്തി ആ ലെവലല്ല കേട്ടോ. നമ്മൾ ഫ്രണ്ട്സായിട്ടാണ് നിൽക്കാറ്. അതുപോലെ തന്നെ കയറി വന്ന മരുമക്കളായാലും മാഷാ അല്ലാ നമ്മളെ സ്വന്തം, നമുക്ക് ഏതായാലും ആങ്ങളമാരില്ലല്ലോ, ആ സ്വന്തം ആങ്ങളമാർ ആ ലെവലിലാണ് നിൽക്കാറ്. മാഷാ അല്ലാ അതാണല്ലോ വേണ്ടിയത്. അങ്ങനെ ഷിഫാനാണ് കേട്ടോ ദമ്മ് പൊളിക്കണത്. നല്ല ചിക്കൻ പൊരിച്ച ബിരിയാണി കേട്ടോ. അങ്ങനെ എൻ്റെ മോനെത്തിട്ടോ. എന്താ ഷാനി പറഞ്ഞ വാക്ക് പാലിച്ചിരുന്നു മക്കളെ. ഈ കളിക്കില്ല, ഈ കളിക്കില്ലേ ശിവ? നോ. ഇവിടെ ഡാൻസിനെ ഷൂട്ട് എടുക്കാം കേട്ടോ. സ്കൂളത്തെ പഠിക്കാനൊന്നുമില്ല. അതെന്താ? സ്കൂളിൽ ടീച്ചറൊന്നും പഠിപ്പിച്ചിരുത്തില്ല. പരിപാടിയാണ് സ്കൂൾ. എന്ത് പരിപാടി സ്കൂളില്? പ്രതിമ കാണിച്ചു. എന്തിന്റെ പ്രതിമ? ഈ പ്രതിമ മതിയോ? എനിക്കറിയില്ല. അല്ല ഈ പ്രതിമ മതിയോന്ന്. ഇതേത് പ്രതിമാണ്? ഞാൻ നോക്കാം. പാ വെച്ചിട്ട് 5 മൃഗങ്ങളെ പേര്, 4 മൃഗങ്ങളെ പേര്. ആ പറ. ആദ്യം ഷാനിയാണ്. പാസ് ചെയ്ത് പറയാം. എടാ പറ. പാ വെച്ചിട്ട് 5 മൃഗങ്ങളെ പേര്. എങ്ങനെ? അയ്യോ എല്ലാം അറിയണ. പല്ലി എങ്ങനെ മൃഗാവാ? ഇതിനെ കുറിച്ചിട്ട് ഷാനിക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത്? ഒറ്റ മിനിറ്റ്. എന്താണ് ഷാനിക്ക് പറഞ്ഞ? പറ ഷിഫാന. പാ വെച്ചിട്ട് 5 മൃഗങ്ങളെ പേര്. ഒന്ന് പറയ്. പാ വെച്ചിട്ട് മൃഗങ്ങളെ പേര്. പട്ടി, പശു, പന്നി. അത് ഇന്ന നോക്കിയൊരു പറച്ചല്. നീ പറയടി. പൈതാനെ. അത് ഇത് ദാനാ സിലിങ്ക. പന്നിന്റെ അമ്മ, പന്നിന്റെ മോളെ. സെലിങ്ക ഷിഫാനെന്തോ പൈതാനെന്ന് പറഞ്ഞ. ഈ പൈതാനെന്താണ്? പൈതാനെന്താ? പയ്യന്റെ ആരാണ്? പയ്യും കൂടെ ആനയും കൂടെ ചേർന്ന് എന്താണത്? അപ്പൊ ഏത് പാട്ടാ പാടാൻ അറിയാ? എന്നാ പാട്. റെഡി 1 2 3 പാട്. ആഫിയും കൂടെ പാടേ. പാടേ. ഒരാളിവിടെ ചാച്ചീപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ട് പാ വെച്ചിട്ട് 4 മൃഗങ്ങളെ പേര്. പാണ്ട, പാമ്പ്, പന്നി, പാറ്റ.
പാണ്ട പാച്ച മൃഗത്തിൽ പെട്ടതല്ല. അപ്പൊ ഇതില് പറയുന്നതോ പാച്ച തുമ്പിയില് പെട്ടതാണ്. തുമ്പിന്റെ അച്ഛനെ പാട് മിനിക്ക് പാട്. എന്ന അക്ഷരത്തിൽ തുടങ്ങിയ 4 മൃഗങ്ങളുടെ പേര് സെലിൻക ഇവിടുത്തെ പാട്ട് കേക്ക്. റെഡി 1 2 3 ആ ആ ആ ആ. എത്രാം ക്ലാസ്സിലാ? ഈ സ്കൂളിൽ എത്രാം ക്ലാസ്സിലാ? LKG-ലല്ലേ? അപ്പൊ സ്കൂളിൽ ഏത് പാട്ടാണ് അറിയല്? ഇഷ്ഫ പറയും, ഏത് പാട്ടാണ് അറിയല്? ആ എന്നാ പാട്. ചിന്നിച്ചിതറി വരുന്നുണ്ട് ആ പൂമയ ആ മാനത്തുന്നു വരുന്നുണ്ട് ആ പൊന്മയ വെരി ഗുഡ്. മണ്ണു നനഞ്ഞി ഭൂമ നനഞ്ഞി ചിന്നിച്ചിതറി ഈ മയ. അയ്യവാ അത് ഒന്നുകൂടി ഉണ്ട്. ഞാൻ ഒരു പാട്ടും കൂടെ. ചിന്നി ചിന്തറി കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത്. ആ പാട്. ഇഷ്ഫ ഇഷ്ഫ അങ്ക് ക്ലാസ്സിൽ ആരെങ്കിലോട് ക്രഷ് ഉണ്ടോ? ഇല്ല. അങ്ക് ഇഷ്ടമുണ്ടോ ആരെങ്കിലും? ഇല്ല. അങ്ക് എന്തേനു ക്ലാസ്സില് മിസ്സിന്റെ പേരെന്താ? പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഷെഫിയാക പോയിട്ട് എത്രയായി? 2 വർഷം. അപ്പോ അങ്ക് ഷെഫിയാകനെ മിസ് ചെയ്യില്ല? പക്ഷെ എന്റെ കണ്ണുകൾ നിറയുണ്ടല്ലോ. മുഖമൊന്നും കേട്ടില്ല. പറയ് അങ്ക് മിസ് ചെയ്യില്ല? ഷെഫിയാക്ക ഇനി ഇങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങള് ഓളെ മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങള് കരിയൊന്നും വേണ്ട, എനിക്ക് മനസ്സിലാവും നിങ്ങളെ വിഷമം എന്താന്ന്. രാത്രി ഇവിടെ എന്താ സ്പെഷ്യൽ എന്നറിയോ? 4 ഐറ്റം എന്തൊക്കെയാണ്? ബിരിയാണി, ആ ആ ചിക്കൻ ബിരിയാണി, ചിക്കൻ പൊരിച്ച ബിരിയാണി, ബീഫ് ബിരിയാണി. 5 ഐറ്റം. റീലിന്റെ ഭാഗല്ല, ഇത് ഒറിജിനലാണ്. ആ ഷെഫിയാക്ക താളം പിടിച്ചൊടുക്കി. ആ ആ Jingle, jingle, little star, how I wonder what you bought. Up above the very stars. Iron Man, jingle star. ഓക്കെ ഈ പാട്ടൊക്കെ പാടും, പക്ഷെ ഓക്ക് കളിയാക്കണ തീരെ ശരി. ഓളെ മൂഡ് പോയി. ഷെഫിയാക്ക സെലിൻക ഇവിടെ കളിയാക്കിയപ്പോ ഓളെ മൂഡ് തന്നെ പോയി. അത് ശരിയില്ല സെലിൻക, അത് അയ്മെന്ന പറഞ്ഞേ. ഓളെ മൂഡ് പോയി. നല്ല കുട്ടി പാടി വന്നതേനു, പാവാണ്. ഇനി പാടൂല വാവാ. പിണങ്ങി, ഓള് പിണങ്ങി. ഈ സെലിൻക കൊളാക്കിയതാ. പറഞ്ഞത് കണ്ടില്ലേ, കുട്ടിക്ക് നിങ്ങളെ അറിയില്ലാന്ന്. അങ്ക് ഈ ആപ്പാപ്പനെ അറിയില്ല? ഈ ആപ്പാപ്പന്റെ പേരെന്താന്നറിയോ? ഇതാ ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താ ഇഷ്ഫ? സെലിൻക പിണങ്ങി. ഇതിന്റെ പേര് ഇതാണ്. ചാറ്റ് വരെ ഇവിടെ വെറുതെ വിടണില്ല. ഒരാള് പേര് മാത്രം അറിയാം. എന്താണ് നിങ്ങളെ പ്രശ്നം? ജോലി ഉണ്ടോ എന്ന് നേരിട്ട് മാന്യമായി ചോദിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
ജോലി ഉണ്ടോ നിങ്ങൾ മാന്യായിട്ട് ചോദിക്ക്. എന്നാ മാന്യ നിങ്ങക്ക് എനിക്ക് ജോലിയില്ല. ഇത്തരം മാന്യത മതിയോ? അങ്ങനല്ല, ഒന്നും കൂടെ ലാളിച്ച് ചോദിക്കുന്നേ. എനിക്ക് ജോലിയില്ല, ഒരു ജോലി ഒപ്പിച്ചേരോ? സത്യമായിട്ട് പറഞ്ഞ 5-8 മാസമായി ഞാനിവിടെ ഇരിക്കാണ്, നിക്കണില്ല. പറഞ്ഞോടി. എന്താ കാര്യായിട്ട് ഗൾഫിന് ഷെയ്ക്ക് വിളിച്ച പോലെ വർത്താനം. എനിക്ക് മനസ്സിലായി. ഓക്കെ. ആയി കേട്ട് ബായ് കേട്ട്. ഈ എപ്പളാ പോണേ? ഞാൻ പോയിക്കോ. ഞാൻ അടുത്തത് ഇവര് പോവാണ്ട് പോണൂല്ല. വിൽക്കറ എവിടെ എത്തിടി? ഇതാണ് കേട്ടോ ആരിസ്. പാവാണ്. ആ ഇരുത്തം കണ്ടാ തന്നെ അറിയില്ലേ? എന്ത് ക്യൂട്ടാണ്. മെറീന, എന്താ എന്റെ പിയാപ്പിളിനെ കുറിച്ചൊരു അഭിപ്രായം? ഇപ്പൊ എത്ര മാസമായി ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്? 8 മാസമായില്ലേ? എന്താ അഭിപ്രായം? 2 കാര്യങ്ങൾ പറയാം ആരിസിനെ കുറിച്ചിട്ട്. ക്യാമറ ഓഫ് പറഞ്ഞുതരാം. അല്ല ഓഫാക്കൂല. എന്താണ് ഫിലിംക്ക് അങ്ങോട്ട് വായിക്കട്ടെ. എന്താ നിങ്ങൾക്ക് ഇന്നെ കുറിച്ചിട്ട് അഭിപ്രായം? എന്നാലും നീ പറയും. അങ്ങനല്ല എന്നാലും പറയണോ? ഇനി ആരിസിന് എന്താ അഭിപ്രായം? എന്താ മെറീനെ കുറിച്ചിട്ട് അഭിപ്രായം? എന്താ മുഖത്തൊരു വിഷമോ? എന്താണ് എന്താ അഭിപ്രായം? ലക്കാണോ ഷിഫാന? എന്താ ദുൽഖറെ കുറിച്ച് അഭിപ്രായം? എന്നാലെന്താ ഹാപ്പിനെസ് ഇല്ലാത്ത? പാവാണ് ദുൽഖറിനെ കാണായിട്ട്. ഞാൻ നെയ്ച്ചോറ്, ഇഷ്ടുകറി, ചിക്കൻ പൊരിച്ചത്. ഇറങ്ങുവളെ തിരിഞ്ഞളിക്ക് പൂവല്ല കൊണ്ട്. കൊണ്ടാ എല്ലാവർക്കും ഉമ്മ കൊടുത്തിട്ട് അവള് പോവുള്ളൂ. ബൈ. ആവശ്യമുള്ള ടൈമിൽ പറയാം. ആവശ്യമുള്ള ടൈമിൽ സർവീസ് അല്ല. ഒരിക്കലും പോകാൻ നോക്കുമ്പോ ഡെലിവറി വെറുതെ കെട്ടി അതതിൽ കെട്ടി അത് നമുക്ക് ഇതാക്കാം. അതല്ല ആരിസിന്റെ മുഖല്ലേ എന്തൊരു ക്യൂട്ട് പോലെ. പാവം. എന്താണ് ഒരു പാട്ട് കൂടെ പാടാണ്ട്. എന്ത് പാമ്പോ? പാമ്പിനെക്കാളും ഷിഫാനൊക്കെ അങ്ങനെ പാമ്പ്. സെലിക്ക് ഞങ്ങള് പോയിക്കോളി. സർപ്രൈസ് വീഡിയോ അല്ലേ? അതാണ് ആരിഫിന് ഇഷ്ടായത്. അതൊന്നല്ലേ? അല്ലാ, അത് ഫൗളാണ്.
എല്ലാത്തിനും പറഞ്ഞു മഴയല്ലേ പെയ്യണ്? മഴ ഇനി നല്ല സ്ട്രോങ് ആക്കി ഉണ്ടാവാം. ആ ആയിക്കോട്ടെ. ഏത് മണക്കണ അള്ളാനെ കഴിച്ച് കൊണ്ടേക്ക്. ഈ കഴിഞ്ഞ ആഴ്ച 2 പോത്താൾ അങ്ങോട്ട് പോയിക്കണേ. ആ അങ്ങനെ ആ ലോള ഷൂ ഉണ്ട്. ആ ആ ആയിക്കോട്ടെ. ഹലോ ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഇവിടെ എല്ലാരും പോയപ്പോഴേ വീടൊക്കെ സൈലന്റ് ആയി എടുക്കാം. ഭയങ്കര വിഷമം. കാരണം എന്താ പറയുക, അവരൊക്കെ കൂടെ ഇങ്ങനെ ഇരുന്ന് കഥ പറയുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ്സാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവിച്ചിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഇഷ്ടം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കമന്റ് കൂടെ ചെയ്യുക. ഓക്കെ.